ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇത് നമ്മളെ സെക്കൻഡ് വീഡിയോ ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഒരാഴ്ച ആവാനായിട്ടും എന്ത് വീഡിയോ എടുക്കും, എന്ത് കണ്ടൻറ് എടുക്കും എന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നോമ്പാണ്, വൈകുന്നേരം നമ്മൾ അടുക്കളയിലോട്ട് ഇറങ്ങും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇൻസ്റ്റയിൽ കണ്ടൊരു സാധനമാണ്. എൻ്റെ പേരെനിക്കറിയില്ല, ഒരു പേര് മെൻഷൻ ചെയ്തിട്ടില്ല. റമദാൻ സീരീസ് 1 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനവും പിന്നെ കുഞ്ഞിപ്പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ വീഡിയോ സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. ക്യാമറ വെച്ചതിലൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് പിന്നെ ഞാൻ ശരിയാക്കും. നമ്മൾ വലിയ ആളാകുമ്പോഴാണല്ലോ ഇതൊക്കെ റെഡി ആവുക. അപ്പം കുറച്ച് വ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞ് കുറച്ച് മെയിൻ ആകുമ്പോൾ ഞാനതൊക്കെ പഠിക്കും. എന്തായാലും പഠിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചത് ഉമ്മാനോട് പറഞ്ഞു വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത കാര്യം ഉമ്മ അറിഞ്ഞില്ല. അതോട് പറഞ്ഞിട്ടുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് സംസാരിച്ച് ഹലോ ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണതെന്നൊക്കെ പറഞ്ഞേനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉമ്മ അറിഞ്ഞത്. സോ നമുക്ക് ഉമ്മ അറിഞ്ഞപ്പോൾ ഉമ്മ എന്താ പറഞ്ഞതെന്നുള്ളതൊന്ന് കാണാം. നല്ല രസമുണ്ടോ? ഞങ്ങൾക്ക് എടുക്കാനേ അപ്പോഴത്തേക്കും ക്യാമറയിൽ ഇങ്ങനെ 36 വല്ലി തിരിച്ചടി നിൽക്കുന്നത്. 36 അടി 78 ഇപ്പൊ പണിയെടുക്കുന്നുണ്ടോ ഇല്ല നോക്കാൻ വേണ്ടിട്ടാണ് കഴിച്ചേ ഒരിങ്ങനെ കൊണ്ടുവച്ചേ. ഹലോ ഉമ്മാന്റെ കള്ളത്തെ പിടിക്കാൻ വേണ്ടിട്ട് എന്റെ മോള് ഇവിടെ തന്നെ ഒരു ക്യാമറ വെച്ചിട്ടോ. ഉമ്മാന് കള്ളത്തിന് പിടിക്കാൻ കൊണ്ടുവച്ചതാണ്. എല്ലാരും പറഞ്ഞില്ല. അങ്ങോട്ട് ഇങ്ങനെ പഠിച്ചു പിടിക്കാൻ പച്ചരി ഉണ്ടാക്കണം. ഉള്ളിലൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കുഞ്ഞിപ്പത്തിരിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ കുഞ്ഞിപ്പത്തിരിക്ക് കുറച്ച് വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, ചെറിയ ഉള്ളി, തേങ്ങ അതിൽ മിക്സിയിലിട്ടിട്ട് കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ വേവിച്ച ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പാനിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ തീയൊക്കെ ഇങ്ങനെ പാളിയുണ്ട്. പക്ഷേ ആ വേണ്ട സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല, അതങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ ആ ഫ്രൈ ചെയ്ത ചിക്കൻ ഞാനൊന്ന് തണിയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിന്നൊരു സ്പെഷ്യൽ കടി ഉണ്ടാക്കുന്നത് നമുക്ക് കാബേജ്, ക്യാപ്സിക്കം, സവോള ഇതൊക്കെ ഇനി മുറിക്കാം. നിന്റെ ഞാൻ തുടങ്ങുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഉണ്ടാക്കുക. ഇനി നിന്റെ തുടങ്ങുന്ന കുഞ്ഞിപ്പത്തിരിക്ക് തേങ്ങ അരക്കാൻ പോകുന്നത് മിക്സി എപ്പോഴും പറയണം. മിക്സി ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മിക്സി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. എമ്മ ഉറങ്ങാണ്. സോ ഉമ്മ മിക്സി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ റൂമിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് നിൽക്കാൻ ഞാൻ പോട്ടെ. ഓക്കെ. നമ്മൾ അടുക്കള തന്നെ കുറച്ച് ചെറുതാണ്. അപ്പം മിക്സ് ഇതാക്കാൻ പേസില്ല.
വെളിച്ചെണ്ണ വെച്ച് അതിലോട്ടേക്ക് മുന്നേന്ന് മരനെ കാണൂല, അതിലോട്ടേക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതുമ്മ നോമ്പിന് കുറച്ച് ദിവസം മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി പേസ്റ്റ് ആക്കി വെക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടേക്ക് നമ്മൾ അതിലോട്ടേക്ക് സവോള. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ്, എന്താവും എങ്ങനെയാവും എന്നറിയില്ല. പക്ഷെ ഞാൻ എന്തുണ്ടാക്കിയാലും നല്ലതാണ്, സൂപ്പറായിട്ട്. ഇന്നലെ എന്തെങ്കിലും പറ്റിയ ഷവർമ്മ പോള നല്ല സൂപ്പറായിരുന്നു. ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കം. ആദ്യം നമ്മൾ ഈ കട്ട്ലറ്റും സമൂസൊക്കെ ഉള്ള ചിക്കൻ മിക്സിയിലടിക്കുന്നു. അപ്പം ഇതിനകത്ത് ഇത്തിരി ഇതുമ്മ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ പാത്രങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. നമുക്ക് അതിനകത്ത് കുറെ കഴിവുകളുണ്ട്. വരും വീഡിയോയിൽ വരും ബ്ലോഗിൽ നമുക്കത് കാണാം. ഇത്തിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ അടിച്ചു വെച്ച ചിക്കൻ കറി വെച്ചതാണ്, ഒന്ന് വേവിച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുത്തതാണ്. ആ ചിക്കനും നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കാം. കാണാൻ നല്ല കളറുണ്ട് കേട്ടോ, റെഡും ഗ്രീനും വൈറ്റും ഒക്കെ ഇനിപ്പത്തിരിക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഇനിപ്പത്തിരിക്ക് ആദ്യം ഉള്ളി മൂടിച്ചെടുത്ത് അതിനകത്തേക്ക് ചിക്കൻ കറി വെച്ചത് ഒഴിച്ച് തേങ്ങ അരച്ചത് ഒഴിച്ച് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഇനിപ്പത്തിരിട്ട് നല്ലോണം ചേർത്തെടുത്ത്. ചിക്കൻ കറി വെക്കുന്നതിന് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും പറയണ്ടോ? പിന്നെ സാധാ സവാള തക്കാളി വഴറ്റി ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കുഞ്ഞിപ്പത്തി ഇതിനകത്തേക്ക് ഇതെന്താ അമ്മ ഉണ്ടാക്കണേ? ഇതെന്താ ക്യാമറ ഒക്കെ വെച്ചിട്ട് മമ്മി ചെയ്തേ? ഞങ്ങള് വ്ലോഗ് എടുക്കാണ്. അമ്മോട് സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാണ്. കുഞ്ഞിപ്പത്തിരി ഇറക്കി വെച്ചു. ഇനി അടുത്ത പാന് വെച്ചിട്ടുണ്ട്. നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാനുള്ള ഇത്തിരി പാത്രത്തിൽ ഇങ്ങനെ വരാറുണ്ട്. രണ്ട് പീസ് ബട്ടർ എടുത്തിട്ട് ഈ പാത്രത്തിലോട്ടേക്ക് വെച്ചിട്ട് മെൽറ്റ് ആവാൻ. അത് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് മൈദ ഇടുക. പിന്നെ പാൽ എന്ത് ചെയ്യുക, ഇത്തിരി ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ആക്കി വെക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ലുക്ക് അത് കടിച്ചു പൊട്ടിച്ച് വന്നതാണ്. ആരും കണ്ടിരുന്നത്, ആരും കണ്ടില്ലല്ലോ. പാലൊക്കെ അങ്ങനെയല്ലേ ഓട്ടിക്കുക. വേണ്ടത് വേണ്ട, നമുക്കത് വേണ്ട. സോ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കുക. മൈദ തന്നെയാ തോന്നിട്ട്, ഒത്തിരി മൈദ എന്തെങ്കിലും ആവും. അധികം അറിയില്ല കേട്ടോ, ഒത്തിരി കൂടെ ഇടാൻ മതി. ഇതിവിടെ ആരും കഴിച്ചില്ല, അത് കുഴപ്പമില്ല. അതാണ് അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് വിശ്വസിക്കും. നമ്മൾ ഇതിലോട്ട് ഇത്തിരി പാല് ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കണം. നമ്മൾ വീഡിയോ എടുത്തത് മൈക്കൊന്നും യൂസ് ചെയ്യാതെയാണ്. അതുകൊണ്ട് തന്നെ കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അടുക്കളയിൽ വെച്ചിട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് പാത്രങ്ങളെയും നമ്മൾ എണ്ണയിലോട്ട് ഇടുന്നതിൻ്റെയും ഒക്കെ കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ ഇപ്രാവശ്യത്തേക്ക് നിങ്ങൾ ക്ഷമിക്കണം. അടുത്ത പ്രാവശ്യം നമ്മളതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണാം. സർപ്രൈസ് ആയിട്ട് അമ്മ വന്നു ഗൈസ്. ഹസ്ബൻഡ് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്.
ചീസ് കൊണ്ടുവന്നിട്ടുണ്ട് guys. അതെവിടെ കിളി? കിളി പറന്നു പോയി. ഞങ്ങൾ പറഞ്ഞില്ലേ രാവിലെ കിളീനെ കൊണ്ടുവരുന്നത്? വീഡിയോ എടുത്തോട്ടെ. കിളി വേണം, കിളി വേണം, കിളി വേണം. കിളി എവിടെ? സോ നമ്മളെ ആൽഫ്രഡോ അല്ല പാസ്ത. ചീസി അല്ല ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ചൂടാനുള്ള ദോശ നോമ്പൊറുക്കാൻ നേരത്തുണ്ടാവോ? അറിയില്ല. അത് ഞാനും ചോദിച്ചു. ഇനി നമുക്ക് അതിനോട്ടുള്ള ബാറ്റർ റെഡി ആക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് മൈദ, ഞാൻ പറഞ്ഞല്ലോ അളവ് നമ്മൾ നോക്കുന്നില്ല, ഇന്ന് എടുക്കല്ലേ. കുറച്ച് മൈദ, അതിലോട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. നമ്മുടെ മൈദയിലോട്ട് ഉപ്പ് കുരുമുളക് പൊടി ഇട്ട് ഇനി പാല് ഒഴിച്ച് ഇത്തിരി ഇത്തിരി ആയിട്ട് ഇളക്കി 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 എടുക്കാം. ഒരു കൂടുതൽ പാലാണ് ഒഴിക്കുന്നത്, പക്ഷെ നമ്മൾ ഇത്തിരി പാല് പാർക്ക് വെള്ളം ഒഴിക്കും. പച്ചവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ശരിക്കും ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മൾ ചൊറയാണിത്. വെള്ളം കൂടിപ്പോയാൽ കുറച്ച് മൈദ ഇടുക, മൈദ കൂടിപ്പോയാൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അങ്ങനെ നമ്മൾ റെഡി ആക്കി എടുക്കണം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇത് കുറച്ച് ചെറുതായി പോയി. എത്ര വലുതാവും? ഒരു ദോശ റെഡിയായി. നമുക്ക് അല്ല അത് എവിടുന്ന് വെച്ചാ കടയിന്നോ? എമ്മയും അബ്ബയും കടയിൽ സാധനം വാങ്ങാൻ പോയപ്പോ എമ്മ അബ്ബന്റെ മേത്ത് മൂത്രം ഒഴിച്ചു. കടയിൽ പോയപ്പോൾ എമ്മ ചെയ്തത് കണ്ടാൽ വേണമെങ്കിൽ നമുക്ക് തിരിച്ചിടാട്ടോ. ഞാൻ തിരിച്ചിടുന്നില്ല. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ദിങ്ങനെ 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 ആക്കുക. അപ്പൊ അടുത്ത ദോശയാവും. ഇതാണ് മമ്മ ഉണ്ടാക്കുന്നത്. ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്. ഹായ് ഹായ് ഗൈസ്. ഒരു പാനിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഒരു ദോശ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആവുന്നു ഗൈസ്. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ എന്താ ഇതിന്റെ പേരില്ല, ഈ സാധനം നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ തേച്ച് കൊടുക്കാം. ക്രീം നമ്മൾ ഇങ്ങനെ വരുന്നില്ല. സ്പൂൺ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കാം. അമ്മ എന്തുണ്ടാക്കിയതേ? എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഒരബദ്ധം പറ്റി, എല്ലാ ദോശയും ചെറുതായി പോയി. 2 ദോശ മാത്രമേ വരുത്തുള്ളൂ. ചെറുതാ മതി. എന്നിട്ട് അതിന്റെ മുകളില് അടുത്ത ദോശ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ ക്രീം ഇട്ട് കൊടുക്കാം, മസാല ഇട്ട് കൊടുക്കാം. റിപ്പീറ്റ്. മിൽക്കി മിസ്റ്റിന്റെ ചീസ് ബ്ലെൻഡ് ഐസ് മിൽക്കി മിസ്റ്റ് നമുക്ക് ആഡിന് വേണ്ടി തന്നാണ്. നമ്മൾ പിന്നെ ഒരു പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ അപ്പ? നമ്മൾ ചീസ് കുറച്ച് അവിടെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് ഇത് ഗ്യാസിന്റെ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം വെക്കാം. എന്നിട്ട് കുറച്ച് നേരം എടുത്ത് തിരിച്ചിടണ്ട, വെന്തേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കാം. നോമ്പ് തുറന്നിട്ട് കഴിക്കാം. സിമ്മിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ജ്യൂസ് അടിക്കുന്ന പരിപാടി റിച്ചുവിനാണ്. അങ്ങോട്ടൊക്കെ
സോ ഗൈസ് നമ്മളെ സാധനം കാണാൻ വലിയ ലുക്കൊന്നുമില്ല, എന്നാലും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ സോറി ഗൈസ്, അത് നമുക്ക് അപ്പിടാനുള്ള എക്സ്പ്രഷൻ ആയിരുന്നു. അപ്പം നമ്മൾ അപ്പിട്ട് വെച്ച് കൈകിട്ട് പിന്നെയും വീണ്ടും വന്നു വ്ളോഗ് ഇടുകയും. സോ ഇത് ഫസ്റ്റ് നമുക്ക് ഉമ്മാക്ക് തന്നെ ടേസ്റ്റ് ഒക്കെ കൊടുക്കാം. എടുക്കും ഉമ്മ. ആദ്യം ഗുരുദക്ഷിണ. ചവച്ചിട്ട് പോലുമില്ല. നമുക്ക് അബ്ബക്ക് കൊടുക്കാം. ഞങ്ങൾ പറയാൻ പറഞ്ഞു. എനിക്ക് കുറെ നേരം ചവച്ചിട്ട് പറയുന്നു, എനിക്ക് കഴിക്കണം ഗൈസ്. സൂപ്പറാ. ഓക്കെ, എമ്മെന്താ കഴിക്കുന്നേ? എമ്മെന്താ കഴിക്കുന്നേ? എന്താ കഴിക്കുന്നേ നോക്കട്ടെ. ആ മതി, കഴിച്ചോ. ഞാൻ ഒന്ന് കഴിച്ചിട്ട് പറയാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, ബൈ.